സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമുക്കറിയാം ദീപക് ഷിംജിത വിഷയം. ദീപകിനെ കൊലപ്പെടുത്തിയ കൊലയാളിയായിട്ടുള്ള ഷിംജിതയെ പോലീസ് തൂക്കുകയും അതിനുശേഷം ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അതിനുശേഷം ഇന്ന് കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് പോലീസ് റിക്വസ്റ്റ് കോടതിയിൽ സമർപ്പിച്ച സമയത്ത് കോടതിയിലേക്ക് പോയ സമയത്ത് ഷിംജിത ജാമ്യം തേടാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സമയത്ത് മൊഴി വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഷിംജിത രംഗത്തേക്ക് വന്നത്. പോലീസ് ഓൾറെഡി കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടാനായിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പോലീസിന്റെ അടുത്ത് ഷിംജിത പറയുന്നത് ഈ ദീപക് എന്ന് പറയുന്ന പെണ്ണ് പിടിയൻ അല്ലെ ഞരമ്പ് രോഗി തന്നെ സ്പർശിക്കാനായിട്ട് ശ്രമിച്ചു, ബസ്സിൽ വെച്ചിട്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്റെ മുൻവശത്ത് നിന്നിരുന്ന പെൺകുട്ടിയെയും ഇതേപോലെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കേസ് അല്ലെങ്കിൽ ഈ രീതിയിൽ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ കേസുമായിട്ട് കോടതിയിലേക്ക് അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയോ അതിനെ വേറെ രീതിയിൽ ബസ്സിൽ വെച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കുകയോ ചെയ്യാത്ത ഒരു കുലസ്ത്രീ കൂടിയായിരുന്നു നമ്മുടെ ഷിംജിത. അപ്പൊ അങ്ങനെ ഷിംജിത പോലീസിന്റെ അടുത്ത് വീണ്ടും മൊഴി ആവർത്തിച്ചു. പക്ഷെ പോലീസ് നല്ലൊരു പണി അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായി. കാരണം ഇതും കഷായം ഗ്രീഷ്മയെ പോലെ വെറുതെ വിടുമോ എന്നുള്ളൊരു പേടിയും ആ ഒരു വിഷമവും എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുള്ള പോലെ എൻ്റെ ഉള്ളിലും ഉണ്ടായി. പക്ഷേ പോലീസ് അവിടെ സമയോചിതമായ അല്ല വേണ്ട രീതിയിൽ തന്നെ നടപടിയെടുത്തു. ആ കുടുംബത്തിന്റെ ആ ഒരു കേസിൽ അല്ലെ കുടുംബം കൊടുത്തിരിക്കുന്ന പരാതിയിൽ കേരളത്തിലെ ഇത്രയും ജനങ്ങൾ സെൻസേഷണൽ ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെയും പോലീസ് ആ രീതിയിലുള്ള വാല്യൂ തന്നെയാണ് ആ കേസിന് കൊടുത്തത്. അപ്പോൾ ആദ്യം എന്താണ് ഷിംജിത ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്കായി പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഷിംജിത ഈ സംഭവം നടന്ന് ഏതാണ്ട് 4ാമത്തെ ദിവസമാണ് ഷിംജിത കസ്റ്റഡിയിൽ ആകുന്നത്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ലൈംഗിക അതിക്രമം നടത്തും എന്നുള്ള കാര്യത്തിൽ ഷിംജിത ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് അതേ ദിവസം ആ ബസ്സിൽ സഞ്ചരിച്ച ആരും പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാർ പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. അത് മൊഴിയായി തന്നെ പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ബസ് ജീവനക്കാരുടെയും ഒപ്പം തന്നെ അന്ന് യാത്ര ചെയ്ത ആളുകളുടെയും മൊഴി എടുക്കുക എന്നുള്ള നടപടിയിലേക്കായിരിക്കും പോലീസ് ആദ്യം കടക്കുക. അതിനുശേഷമായിരിക്കും ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടുള്ളത് ഈ ഷിംജിതയുടെ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ ആദ്യം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഫോണിൽ ആദ്യം നൽകിയിട്ടുള്ള ദൃശ്യങ്ങൾ പിന്നീട് രണ്ടാമതൊരു വീഡിയോ ആയി പുറത്തു വന്ന സമയത്ത് അതിൽ എഡിറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എഡിറ്റ് ചെയ്ത് നൽകുന്നതിനുൾപ്പെടെ ഷിംജിതയ്ക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. ഇനി ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് കണ്ടില്ലേ അവിടെ മൊഴിയിൽ, അതായത് റിപ്പോർട്ട് ചാനലിട്ടിരിക്കുന്നത് ബസ്സിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടു, മൊഴിയിൽ ഉറച്ച് ഷിംജിത, ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തത്. റിപ്പോർട്ട് ചാനൽ നല്ല വിഷമമുണ്ട്. ഇവളെ പിടിച്ചതിലും ഇവൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നതിലും ഇവൾക്കെതിരെ ആ കേസ് ഉറച്ചു നിൽക്കുന്നതിലും ഒക്കെ നല്ല വിഷമമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടതാണ്. അപ്പം അങ്ങനെ ഷിംജിത തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ താൻ എന്താണോ പറഞ്ഞത് ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വാർത്ത വന്ന് 1 മണിക്കൂറിനകത്ത് തന്നെ സന്തോഷകരമായിട്ടുള്ള വേറൊരു വാർത്ത കൂടി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു ആദ്യമേ എനിക്ക് നല്ല വിഷമമുണ്ടായി ഒരു വാർത്ത കണ്ടപ്പോൾ, ഇവളെ വെറുതെ വിടുമെന്ന് ഞാൻ പേടിച്ചു, വിഷമിച്ചു. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഏകദേശം 1 മണിക്കൂർ, മാക്സിമം പോയാൽ 1 മണിക്കൂറിനകത്ത് ഒരു വാർത്ത, ആ ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ വാദം തള്ളിയ റിമാൻഡ് റിപ്പോർട്ട്. CCTV പരിശോധിച്ചതിൽ ബസ്സിൽ ഒന്നും കണ്ടെത്തിയില്ല. അപകീർത്തികരമാകുന്ന രീതിയിൽ 7ഓളം വീഡിയോ ഇത് വേണ്ട കേരള പോലീസ്, ഇതാവണം. നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. VS രഞ്ജിത്ത വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി തന്നോട് പെരുമാറിയതിന്റെ പേരിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ അല്ല, മനഃപൂർവ്വം ഈ ഫോളോവേഴ്സിനെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഷിംജിത ദീപകിനെ ഇരയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു, ഒരു റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ യുവാവിനെ മാനസികമായി തളർത്തുകയും അത് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലേ? അടിപൊളി. അവളെ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ഇത് ഒരു യുവാവിനെ അല്ലെ റീച്ചിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണെന്നും മനസ്സിലാവുകയും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും അതേ സെയിം കാര്യം തന്നെ പരാമർശിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ താത്ത പെണ്ണിനെ, നമ്മുടെ റീൽസോളിയെ ഇനി എന്തായാലും പോലീസ് പുറംലോകം കാണാൻ വിടില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഇതോടുകൂടി നമുക്ക് ഉറപ്പായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ചേച്ചി പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രിയങ്ക എന്ന് പറയുന്ന ചേച്ചി ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വിഷയമുണ്ടായാലും സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ്, അല്ലെ ഒരാളാണ്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പുരുഷനെ മുട്ടി ആസ്വദിച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ഒരു മര്യാദയുള്ള ഒരു മാനുള്ള
റോട്ടിൽ ചെന്ന് മുട്ടലാണ് കാണുന്നത്. ചേട്ടാ മുട്ടല്ലേ ചേട്ടാ, താല്പര്യമില്ല, ഒന്ന് നീങ്ങിക്കൂ, തീർന്നോടെ. ഇല്ലേ കുറെ ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി നടക്കുക. എന്തിനാണ് ഈ പുരുഷനെ ആക്രമിക്കുന്നത്? ഈ പോലീസും സംവിധാനമൊക്കെ എന്തിനാ? ഇവള് തന്നെ എല്ലാം കൂടി ചെയ്യട്ടെ, അവൾ തന്നെ ഒരു കോടതി വെക്കട്ടെ, എന്നിട്ട് അവൾ തന്നെ നിയമം പാസ്സാക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതിലേക്ക് കിടത്തണം ജീവിതകാലം മുഴുവൻ. ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അത് എന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശം എന്താ? പൈസ പിന്നെ കാശ് ഉണ്ടാക്കാം, ഇവിടെ കറങ്ങി നടക്കുക, കൊണ്ടുപോവുക, കാശ് തീരുമാനം കുറ്റം പറയുക. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. 20% സ്ത്രീകൾ. നിങ്ങള് പുരുഷന്മാർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്താണ്. സ്ത്രീകൾ അടുത്ത് വരുമ്പോൾ നിങ്ങളിങ്ങനെ മാറിപ്പോകുന്ന അവസ്ഥയാണ്. ഒരു പെൺകുട്ടിക്ക് അറിയില്ലേ ഒരു പുരുഷന്റെ കൂടെ എന്തൊക്കെ നടക്കും? ഏതൊരു പുരുഷൻ സ്ത്രീയെ കൊണ്ടുപോയി, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാനൊക്കെ സംഭവിക്കും. പെൺകുട്ടി വൈദ്യുവായി ആയെങ്കിൽ അയാളെ സ്വീകരിക്കാൻ തയ്യാറല്ല. അയാൾ ചോയ്സ് കൊടുക്കാനൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. മാന്യമായിട്ട് പോയി എവിടെയെങ്കിലും പോയി നന്നായി പ്രസംഗിച്ച് കുട്ടിയെ കൊണ്ട് DNA ടെസ്റ്റ് എടുത്ത് കൊണ്ട് കാണിക്കുക. അതാ DNA ടെസ്റ്റ്. നിങ്ങളാണ് കൊച്ചിന്റെ ആൾക്കാർ. എനിക്ക് ഇത്തിരി പൈസ എന്റെ ബാങ്കിലേക്ക് ഇടണം, ഒരു 2 കോടി ബാങ്കിലേക്ക് ഇട്ടേക്കും. വാർത്തകളിൽ ഇവളുടെ മുഖം ബ്ലറായിട്ട് കാണിക്കുന്നത്, ആളുടെ മുഖം കൃത്യമായിട്ടും എന്തുകൊണ്ടായിരിക്കും? കണ്ടില്ലേ, വ്യക്തമായിട്ടുള്ള മറുപടി. അതായത് അഴിഞ്ഞാടി പലരുടെയും കൂടെ നടക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രിയങ്ക എന്ന് പറയുന്ന ആ ചേച്ചി, ഒരുപാട് ബഹുമാനത്തോടുകൂടി ഞാൻ വിളിക്കുകയാണ് പ്രിയങ്ക ചേച്ചി, ആ ചേച്ചി പറയുന്നത്. അതായത് ഷിംജിത എന്ന് പറയുന്നത് റീൽസ്, റീച്ചിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു ചെറ്റയാണെന്നും തന്തയില്ലാത്തവളാണെന്നും ഉള്ളത് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടത്, ഷിംജിത എല്ലാ പരിപാടികളും ഒന്ന് പരിശ്രമിച്ച് നോക്കി, കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കി, എന്നിട്ട് ഒന്നും നടക്കാഞ്ഞപ്പോഴാണ് ഈ ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞത്. ഏതാണ്? ആണുങ്ങൾക്കെതിരെ ആണുങ്ങൾ തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറി നിൽക്കുന്ന ഒരു പരിപാടിയുമായിട്ട് രംഗത്തേക്ക് വന്നത്. അപ്പോൾ എന്താണ് പുള്ളിക്കാരി ചെയ്ത് നോക്കിയെന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ല, അതിലൊരു പാട്ടുണ്ട്, എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും, അതുകൊണ്ട് അത് കേൾപ്പിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ബസ്സിൽ എന്താണോ കാണിച്ചത് അതേ കാര്യം തന്നെയാണ് ഈ ഒരു റീലിൽ കാണിക്കുന്നത്. നടക്കുന്ന സമയത്തും പോകുന്ന സമയത്തുമെല്ലാം തനിക്കുള്ളൊരു അവയവം അതിങ്ങനെ ആളുകളെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ പരാക്രമങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ഇത് ചെയ്തത്. ഒരുപക്ഷെ എന്നല്ല, അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്തിട്ടും റീച്ച് കിട്ടാതെ വന്നപ്പോൾ ഷിംജിത കണ്ടെത്തിയ മറ്റൊരു മാർഗം ബസ്സിലേക്ക് കയറുക. ബസ്സിലാകുമ്പോൾ ഒരുപാട് ആളുകൾ വരും, അന്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ, അല്ലെ അന്യരാണല്ലോ കയറുക. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആകുമ്പോൾ എന്ത് ചെയ്താലും ആരുമൊന്നും അറിയില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, അല്ലെ അങ്ങനത്തെ ചിന്താഗതി അതിൽ കൂടി ചെയ്ത് കൂട്ടിയൊരു പരിപാടി. പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു കാര്യത്തിനെ പറ്റി പുള്ളിക്കാരി അറിഞ്ഞില്ല. ആത്മഹത്യ ചെയ്തത് ഏറ്റവും വലിയൊരു അടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ റീച്ചിലേക്ക് തന്നെ ഈ ഒരു അതിജീവിത പോയിരിക്കുകയാണ്. അതിജീവിതകളുടെ ലിസ്റ്റിൽ, അല്ലെ അതിജീവിതകളുടെ ഒരു കൂട്ടത്തിൽ, വിഭാഗത്തിൽ ഏറ്റവും റീച്ചിലെത്തിയ, ഏറ്റവും ഉന്നതിയിലെത്തിയ ഒരാളായിട്ട് തന്നെ നമുക്ക് ഈ ഷിംജിതയെ വിളിക്കാം. എന്തായാലും പോലീസിൻ്റെ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഈ ഒരു പോലീസ് ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ. ഇവിടെ ഒരു കാരണവശാലും പുറം ലോകം കാണാൻ വിടരുത്. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം അവനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.